അതായത് ഒരു മനുഷ്യന് സ്വസ്ഥമായിട്ട് ജീവിക്കാനുള്ള സർവ്വ സൗകര്യങ്ങളും അയാളിലുണ്ട്. അപ്പം നമ്മൾ എന്തെങ്കിലും കാര്യത്തെയോ ഏതെങ്കിലും വ്യക്തികളെയോ അല്ലെങ്കിൽ മതത്തെയോ നമ്മുടെ സമുദായത്തെയോ എന്തിനെങ്കിലും നമ്മൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയാണ് എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമ്മുടെ ഉള്ളിൽ അതിനോട് ദേഷ്യമോ ഇഷ്ടമോ ഉണ്ടെങ്കിൽ അത് നമ്മളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കണം. ഓക്കെ, അപ്പം നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ ഇത് വേണം അല്ലെങ്കിൽ ഇത് വേണ്ട എന്നുള്ളിടത്ത് നമ്മൾ കുരുങ്ങിയിരിക്കുന്നത് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയെ നമ്മൾ അറിയാത്തത് കൊണ്ടാണ്. നമുക്ക് പല രീതിയിലുള്ള അറ്റാച്ച്മെൻറ്റും പല രീതിയിലുള്ള ആഗ്രഹങ്ങളും നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് നമ്മളിലൊരു ഉറപ്പില്ലാത്തത് കൊണ്ടാണ് മറ്റുള്ള മതത്തിനും അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങൾക്കും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. മറിച്ച് നമ്മുടെ ക്ലാരിറ്റിയിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ, നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ നമുക്ക് ഉറപ്പാണെങ്കിൽ എല്ലാ മനുഷ്യനും ഇതല്ലേ പോസിബിളുള്ളൂ. മതം കൊണ്ട് ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? നേരത്തിന് ഭക്ഷണം കഴിക്കുക, കിടന്നുറങ്ങുക, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ട് മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഉറപ്പ് കിട്ടാത്തിടത്തോളം കാലം നമ്മൾ നിരന്തരം മറ്റു പലതിൻ്റെയും കൺട്രോളിലായിരിക്കും. ചിലപ്പോൾ നമുക്ക് പല ആഗ്രഹങ്ങളുണ്ടാവും. ഈ പറയുന്ന മദ്യപിക്കുക, പുകവലിക്കുക, അല്ലെങ്കിൽ വേറെ സ്ത്രീകളുമായിട്ട് ബന്ധം സ്ഥാപിക്കുക, ഒരുപാട് സ്വപ്നങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടാവും. എന്നിട്ട് ഈ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളെ നശിപ്പിച്ച് കളയുന്ന ഭാഗത്തേക്ക് നമ്മൾ പോകും. എന്നിട്ട് അതിന് നമുക്ക് ന്യായവും ഉണ്ടാവും. ഓക്കെ, പക്ഷെ നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കണമെങ്കിൽ ഈ പ്രപഞ്ചം പ്രവർത്തിക്കുന്ന അവസ്ഥയുമായിട്ട് വെറുതെ ചേർന്ന് നിന്നാൽ മതി. അപ്പോൾ നിങ്ങൾ മതത്തിൽ അകത്തോ പുറത്തോ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഈ മതം നിങ്ങൾക്ക് ജീവിക്കാനുള്ള അവസ്ഥ ഒരിക്കലും തരാൻ പോണില്ല. നിങ്ങളുള്ളത് കൊണ്ട് നിങ്ങൾ കൊടുക്കുന്ന വാല്യൂ ആണ്. അപ്പോൾ നിങ്ങളതിനെ ഇഷ്ടപ്പെടാനും ദേഷ്യപ്പെടാനും നിൽക്കേണ്ട യാതൊരു കാര്യവുമില്ല. നിങ്ങൾ സമാധാനത്തിൽ നിങ്ങൾക്കിരിക്കാൻ സാധിക്കുന്നുണ്ടോ? ആ സമാധാനം തന്നെയല്ല എല്ലാവരെയും സമാധാനം. നിങ്ങളൊരു മതത്തിൽ നിന്ന് പുറത്തു പോയി പുകവലിക്കാനും സിഗരറ്റ് വലിക്കാനുള്ള കാരണം എന്താ? അവിടെ നിന്നിട്ട് നിങ്ങൾക്ക് ആശ്വാസമില്ല. അപ്പോൾ പുറത്ത് പോയിട്ട് നിങ്ങൾ പിന്നെയും ഇത് വലിക്കണുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളോട് താല്പര്യമില്ല എന്നുള്ളതാണ്. അതിന് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അവനവനെ ശ്രദ്ധിച്ച് അവനവൻ്റെ സത്യസന്ധതയിൽ നിന്നാൽ എത്ര കള്ളത്തരം ചെയ്യുന്ന ആൾക്കാർക്കും ഇതേ വഴിയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞാൽ അവിടെ പിന്നെ യാതൊരു പ്രോബ്ലംസും ഇല്ല. അതുകൊണ്ട് നമുക്കുണ്ടാവുന്ന പ്രശ്നത്തിന് മറ്റൊരാളെ കുറ്റം പറയേണ്ട ഒരാവശ്യമില്ല.